പ്രവചനം വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യ പിതാവ്. കർത്താവിനെ കുറിച്ച് നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച കർത്താവ് 33 തിരുവയസ്സിൽ സകല മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി കൊടുങ്ങൂർ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളെ പുറം കണ്ണൊന്ന് അടച്ച് അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി കാൽവരിയിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം കേട്ടോ. ശൂന്യങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ അതിശ്രേഷ്ഠൻ. ശൂന്യങ്കാരത്തി പറഞ്ഞ ആ മണവാളനെ കുറിച്ച് യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്നു, അല്ലല്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. ചോദിക്കാം, ശൂന്യങ്കാരത്തി പറഞ്ഞ ആ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ കണ്ടോ കാൽവരിയിൽ? ഓരോ ചാട്ടവാറടിക്കും പീസുപീസായി മാംസ കഷണങ്ങൾ ഇളകി തെറിച്ചു പോകുമ്പോൾ, ആമേ തലയ്ക്കകത്ത് മുൾക്കിരീടം അടിച്ചടിച്ചടിച്ചു കയറ്റുമ്പോൾ, രക്തത്തുള്ളികൾ ഒഴുകി ഒഴുകി ഇറങ്ങുമ്പോൾ, എന്തിനധികം പറയുന്നു, മനുഷ്യൻ്റെ വായിലിരിക്കുന്ന തുപ്പല് അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു വീണപ്പോൾ, എന്നെ അതിശയിപ്പിച്ചൊരു ചിന്ത കൊടുങ്ങൂരോട് പറയട്ടെ. അവിടെ പ്രവാചകൻ എഴുതി വെച്ചൊരു വാചകം എന്നെ അതിശയപ്പെടുത്തി. അവൻ വായ തുറക്കാതിരുന്നു. അവൻ വായ തുറക്കാതിരുന്നു. എന്റെ ഹൃദയത്തിൽ നിന്ന് ചോദിച്ചു, കർത്താവേ, കാറ്റ് അടങ്ങ്, കടലെ ശാന്തമാകുന്ന ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നാവിൻ തുമ്പിൽ നിർത്തിയവനല്ലേ അങ്ങ്? 4 ദിവസം ചീഞ്ഞ മൃതദേഹത്തെ നോക്കി ലാസറേ പുറത്തു വാ എന്ന ഒറ്റ വാചകം കൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവമല്ലേ അങ്ങ്? അങ്ങൊരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ റോമ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹീറോയെ പോലെ അവിടുന്ന് കാൽവരിയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുമായിരുന്നിട്ടും എന്തുകൊണ്ട് പ്രവാചകൻ എഴുതി അങ്ങ് വായ തുറക്കാതിരുന്നു? പരിശുദ്ധാത്മാവ് പറഞ്ഞ മറുപടി, ഷമീറേ, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരാ, അത് നിനക്ക് വേണ്ടിയാണ്. എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ എനിക്കും നിനക്കും പകരമായി എൻ്റെ യേശു കാൽവരിയിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. ഒന്നുകൂടി പറഞ്ഞാൽ, എൻ്റെ യേശുവിനെ കൊന്നു എന്നെ ജീവിപ്പിച്ചു. അതാണ് കാൽവരിയിലെ സ്നേഹം. ഇന്ന് രാത്രി ഒറ്റ വാക്ക് ഞാൻ ചോദിക്കട്ടെ. 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ കയറെ തൂങ്ങുന്ന കാലത്ത്, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലത്ത്, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന് കാൽവരിയിൽ നിന്നെ സ്നേഹിച്ച കാൽവരിയിലെ പ്രേമത്തിന്റെ മുമ്പിൽ, കാൽവരിയിലെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി നീ എന്ത് പകരം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയണേ, എനിക്കും നിങ്ങൾക്കും പകരമായി കർത്താവ് തൻ്റെ ജീവനാ നൽകിയത്. അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറയ്ക്കൽ എൻ്റെ കർത്താവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി കൊടുങ്ങൂർ ദേശത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ, 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. കൊടുങ്ങൂര് 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഉണ്ടാകത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷൻ പന്തൽ ഉയരത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരുമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടി കൂടിന്റെ മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്ത് ഒടുങ്ങി ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശു ഇന്നും ജീവിക്കുന്നു. കേട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ അനുഗമിച്ച ശിക്ഷകണത്തിന് ഒരു അന്ത്യകൽപ്പന കൈമാറി. എന്താ? നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ആ അന്ത്യകൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ശിഷ്യന്മാർ ഒരുങ്ങി നിൽക്കുമ്പോൾ
കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന നിമിഷങ്ങളിലേക്ക് എത്തി. ശ്രദ്ധിച്ചു കേട്ടോണം. ശിഷ്യന്മാർ നോക്കി നിൽക്കുന്നു. യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടവരുടെ കണ്ണിന് മറഞ്ഞു, എടുക്കപ്പെട്ടു. അതാ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായ 2 ദൂതന്മാർ ഇറങ്ങി വന്നു. അവർ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രവചന ശബ്ദം വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് വരെ നിവർത്തിയാകാത്ത പ്രവചനം, താമസമിന ലോകം നടുങ്ങുന്ന, ലോകത്തിൽ നിവർത്തിയാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രവചനം. ആമേൻ. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ട പോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും. ഇന്ന് രാത്രി കൊടുങ്ങൂർ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും.